തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2-3 ദിവസം ആയിട്ടുള്ളൂ. ഏതായാലും നല്ല പ്രതീക്ഷയിലാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടുത്ത ആഴ്ച ചേരുന്നുണ്ട്. മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി 1-ാം തീയതി ജില്ലാ കമ്മിറ്റിയും ചേരും. മുസ്ലിം ലീഗ് മത്സരിച്ച പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അന്ന് കൂടുതലായിട്ട് വിലയിരുത്തും. ഏതായാലും എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വാർഡ് തലങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിന്നെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാവഹമാണ്. നല്ല പോളിംഗ് നിലവാരം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ തുടക്കത്തിൽ പൊന്നാനി മോശമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ പൊന്നാനിയേക്കാൾ മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട്, ധാരാളമുണ്ട്. പൊന്നാനി 69% പൊന്നാനിയിലുണ്ട്. അതിലൊന്നും കുറവില്ല. അതിൽ ഒരു ഭൂരിപക്ഷം വോട്ടുകളും അത് സംസ്ഥാനത്ത് തന്നെ ലഭിക്കും. ഒരു നല്ല ഭൂരിപക്ഷത്തിന് സംവിധാനവും അതുപോലെ തന്നെ VT മുഹമ്മദ് ബഷീർ സാഹിബും ഈ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിക്കും. പിന്നെ 20 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF-ന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഭൂരിപക്ഷം കിട്ടി, വലിയ ഭൂരിപക്ഷം കിട്ടി. അത് ഈ പ്രാവശ്യം ചാലഞ്ച് ആയോ? അത്രയും എത്താൻ പറ്റുമെന്നുള്ള ആ ചാലഞ്ച് അത് വോട്ടർമാർ അത് ഏറ്റെടുക്കേണ്ടതാണ്. ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഫലം ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാവും. അതൊന്നും ശരിയല്ല. നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി. ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും. മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറേയൊക്കെ തീരും. ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലവും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് LDF-ന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം തീരും. പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ്. അതിൽ മലപ്പുറം പൊന്നാനി ഇല്ല. കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ ജയപരാജയം LDF പോലും ക്ലെയിം ചെയ്യുന്നില്ല. LDF പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മളിനിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ വടകരയിൽ വലിയ വർഗീയ ചേരിതിരിവുണ്ടാക്കി അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആള് ഉണ്ടാക്കിയെന്നുള്ളത് CPM-ന്റെ ആരോപണം. അത് വലിയ പഴയ നാദാപുരം കലാപത്തേക്ക് കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വർഗീയ പ്രചാരണം അവിടെ നടന്നത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ലീഗിന്റെ പ്രവർത്തകര് വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടക്കൂല. ഞങ്ങള് അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ. പിന്നെങ്ങനെ നമ്മളെ നടത്തുക ഞങ്ങളെ കഥ പോയില്ലേ. മറ്റു വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യ സമരം, ബാബരി മസ്ജിദ് നടത്തിയതിനു ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി. അപ്പോൾ പലരും അവരെ പിന്തുണച്ചു. പക്ഷെ അപ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നവരല്ലേ. ഞങ്ങൾ ഒരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. പിന്നെ ഇത് ആ ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കാം. ഞങ്ങൾ ഒരു പ്രവർത്തകരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ഉറപ്പുള്ള വിശ്വാസം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉള്ള നല്ലൊരു സഹകരണവും സ്വീകാര്യതയും, കാരണം അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ മുസ്ലിം ലീഗിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം ആ ഒരു പ്രാമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകാര്യത എല്ലായിടത്തും ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ BJP പോകുന്ന നിരന്തര പ്രചാരണം നടത്തിയവരാണ് CPM-മാര്. ഇപ്പൊ ഇടത് കൺവീനർ തന്നെ ഈ BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയുള്ള കാര്യങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പറഞ്ഞുവിട്ടെന്നുള്ള ആരോപണങ്ങൾ വരുന്നു. എന്താണ് ലീഗിന്റെ ഇലക്ഷൻ കാലത്ത് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ. ഇനിയിപ്പോ കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം. ഇപ്പൊ അധികം നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ. ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. തങ്ങളിരിക്കുന്ന ഒരു
പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട. MSF-ലും യൂത്ത് ലീഗിലൊക്കെ വനിതാ പ്രാതിനിധ്യം കൂടി വരികയാണ്, അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. പണ്ടേ ഉണ്ട് MSF-ൽ ആദ്യം ഉണ്ട്. പണ്ട് MSF-ൽ ആദ്യം ഉണ്ട്, ലീഗിലും ഉണ്ട്, അതിന്റെ കമ്മിറ്റിയിലൊക്കെ അവരുണ്ടല്ലോ. ഇപ്പൊ യൂത്ത് ലീഗിലും വന്നോന്നുള്ളൂ. പിന്നെ അതിൽ പുതുപ്പുതല്ലേ ലീഗിൽ അതിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട്. അതിൽ ഭാരവാഹിത്വം ഉണ്ട്, അഖിലേന്ത്യാ കമ്മിറ്റിയിലുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്, MSF-ലുണ്ടൊക്കെ ഉണ്ട്. യൂത്ത് ലീഗിൽ പിന്നെ ഭാരവാഹിയായി ഇപ്പൊ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ആദ്യം ഉള്ളതാണ്, കുഴപ്പമില്ല. അതിനൊക്കെ അതിൻ്റെതായ അടുക്കും ചിട്ടയോടുകൂടി ലീഗിന്റെ ഒരു പ്രവർത്തന ശൈലിയിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് ആ അടുക്കും ചിട്ടയോടുകൂടി തന്നെ കൊടുക്കും.